പുറത്ത് പോണതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആ മുഖത്ത് കാണുന്നത്. ഭയങ്കര സന്തോഷമാണ് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് കണ്ടാൽ. അപ്പോൾ ഞങ്ങളിന്ന് 3 പേരും കൂടി പോകുന്നത് തറവാട്ടമ്പലത്തിലേക്കാണ് കേട്ടോ. ഇന്ന് വിളക്ക് തെളിയിക്കുന്ന ദിവസമാണ് അവിടെ. അപ്പോൾ ഇന്ന് ഏട്ടനാണ് അവിടെ വിളക്ക് എത്തിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതാ വീട്ടിൽ പോയിട്ട് ചാവിയൊക്കെ വാങ്ങി വന്നത് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതാ കാറ്റടിച്ചതും മഴ പെയ്തതൊക്കെ ശരിക്കും അമ്പലത്തിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ ഒരു ഭാഗത്തതാ തെങ്ങിൻ്റെ ഓല വീണ് കിടക്കുന്നുണ്ട്, ചവലകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി പതുക്കെ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് വിളക്കൊക്കെ ഉണ്ടായിന് കഴുകാൻ, അത് കഴുകി വെച്ച് അങ്ങനെ അടിച്ചിട്ട് നീങ്ങണില്ല കേട്ടോ. പിന്നെ വേറൊരു കുട്ടിയും കൂടി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഏട്ടൻ ഉള്ളിൽ വിളക്കെത്തിക്കാൻ കയറിയിട്ടുണ്ട്. ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ വിളക്കെത്തിക്കാൻ തുടങ്ങും. എന്നാലല്ലേ പുറത്തൊക്കെ കത്തിച്ച് വരുമ്പോൾ ഏകദേശം 6 മണിയാവും. അപ്പോൾ ഞാൻ അതാ പുറത്തൊക്കെ കത്തിക്കുകയാണ്. ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മുത്തപ്പനും ദേവിയാണ് കേട്ടോ. ഞങ്ങൾ വിളക്ക് മുഴുവൻ കത്തിച്ച് കഴിഞ്ഞു. പിന്നെ കല്ലിൻ്റെ അവിടെ ഒന്നും വെക്കാൻ കഴിഞ്ഞില്ല, കാരണം മഴ പെയ്യണോണ്ട് അവിടെ കത്തിച്ചിട്ട് കാര്യമില്ല, കാരണം വേഗം കെട്ടുപോകുമല്ലോ. മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത്, അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം തൊഴാൻ വേണ്ടി നിന്ന് വലം വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല കേട്ടോ. അപ്പോൾ അത് ആൾ ഭയങ്കര തുഴയിലാണ്, വേറെ ഒന്നുമല്ല. അത് അവിടെ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ കളിക്കാനുള്ളതാണ്. മഴയും അത്യാവശ്യം പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അമ്പലം അടച്ച്. അപ്പം എന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്